നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബേപ്പൂർ തുറമുഖവും ബേപ്പൂർ സുൽത്താനും വളരെ ഗംഭീരമാണ്. എന്നാൽ വള്ളംകളി എന്നത് ആലപ്പുഴയുടേതുപോലെ ഒരിടത്തും വളർന്നിട്ടില്ല. ഇനി അങ്ങോട്ട് വളരുകയുമില്ല. ഇത് വെറുമൊരു വള്ളംകളിയല്ല. കഴിഞ്ഞ 22 വർഷമായിട്ട് ഒരുപാട് പേരുടെ വികാരമായി നമ്മൾ കൂടെ കൂട്ടിയതാണ് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി. നമ്മുടെ കേരളത്തിന്റെ വിനോദസഞ്ചാരത്തിൽ നിന്ന് ഈ വള്ളംകളി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 വള്ളങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ മത്സരിക്കാനെത്തും. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയെ മാറ്റി നിർത്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രി PM മുഹമ്മദ് റിയാസും ചേർന്ന് ബേപ്പൂർ വള്ളംകളി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വയനാടിന്റെ പേരിൽ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ടെന്ന് വെച്ചു. എന്നാൽ ബേപ്പൂർ വള്ളംകളി നടത്താൻ ഒരു പ്രശ്നവുമില്ല അവർക്ക്. വയനാട് നിന്നും ആലപ്പുഴ വരെ വളരെ ദൂരമാണ്. എന്നാൽ വയനാട് നിന്ന് ബേപ്പൂർ തൊട്ടടുത്താണ്. ബേപ്പൂർ വള്ളംകളി 2.5 കോടി രൂപ മുടക്കി നടത്താമെങ്കിൽ 1 കോടി രൂപ മാത്രം വെച്ച് നടത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളി എന്തുകൊണ്ട് നടത്താൻ പാടില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിപ്പ് അനിശ്ചിതത്വത്തിൽ നിൽക്കെ സംസ്ഥാന സർക്കാർ ചെലവിൽ 2.45 കോടി രൂപ ചെലവിട്ട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നത് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയെന്ന് മുഖ്യമന്ത്രിയും മന്ത്രി PM മുഹമ്മദ് റിയാസും ആവർത്തിച്ച് പറയുമ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വന്തം മണ്ഡലത്തിൽ വള്ളംകളി നടത്തുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിപ്പിന് സർക്കാർ ഗ്രാന്റായി 1 കോടി രൂപയാണ് നൽകേണ്ടത്. ഈ തുക നൽകില്ലെന്നാണ് കേരള ബോട്ട് റേസേഴ്സ് ഫെഡറേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളോട് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബേപ്പൂരിൽ വള്ളംകളിക്കായി കഴിഞ്ഞ വർഷം 1.5 കോടി രൂപ ചെലവിട്ട സ്ഥാനത്താണ് ഇത്തവണ 2.45 കോടി രൂപ ചെലവിടാൻ നീക്കം നടത്തുന്നത്. ഇത്തവണ CBL ഒഴിവാക്കിയെന്നും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. എന്നിട്ടും ബേപ്പൂർ വള്ളംകളിക്ക് മാത്രം പണം അനുവദിച്ചതാണ് അമർഷത്തിന് പ്രധാന കാരണം.